ഞാൻ ലിപ്പോറ്റൻ ചെയ്ത് നോക്കാം അല്ലേ? അങ്ങനല്ലേ പഠിക്കല്. ആ അത് ഏട്ടൻ ചിലപ്പോ ഏട്ടൻ വന്നിട്ട് ചെയ്യോ? നല്ല വെയിറ്റ് ഉണ്ടോ? പുല്ലുവെട്ടണല്ലേ? മുടിവെട്ടാൻ പോവാ? ഓക്കെ എന്നാ നടക്കട്ടെ, ഞാൻ കൈമ കൊണ്ടുതരാം. ഓക്കെ ശരി. വീട്ടിലെത്തിയിട്ടുണ്ട് ഗോയ്സ്. ഇതാ നമ്മള് ബൈക്കൊന്നും എടുത്ത് പുറത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിന് ലെവലാക്കി വെക്കണം ഇവിടെ. എന്നിട്ട് ഇത് ഡോഡ്ജ് കുറച്ചും കൂടി സെൻറ്ററായിട്ട് വെക്കണം. അപ്പം ഈ വണ്ടി ഇറക്കണം, നമുക്കത് ചെയ്യാം. ഇതാണ് മാറ്റേണ്ടത് ഗോയ്സ്. ഞാൻ ക്യാമറ ഇവിടെ വെക്കാം. ഇനി കുറച്ച് പണിയുണ്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ വെച്ചാൽ കാണൂലേ ഗൈസ്? ആ ഇവിടെ മതി. Who has arrived? ഇനിയിപ്പോ താഴെ മൊത്തം കമന്റ് വരും, ഇപ്പാണ് ശരിക്കും വ്ളോഗ് സ്റ്റാർട്ട് ആയതെന്ന് പറഞ്ഞിട്ട്. എന്തല്ല കരിഞ്ഞൊരു ഭാഗ്യായല്ലോ. എന്താ ഇങ്ങനെ സൈഡായിട്ട് ബമ്പർ ചെറിയ പൊട്ടി. ബമ്പർ അതിന്റെ മുകളിൽ കേറ്റാൻ നോക്കുമ്പോ അജുവേട്ടന്റെ അടുത്ത് രണ്ട് സ്റ്റെപ്പിന് പോലത്തെ സാധനം കൊണ്ടുവന്നിന്. എന്നിട്ട് ഒരു സൈഡ് ചതഞ്ഞ് നെറ്റിയോ? പുതിയ വെച്ചു ഇല്ല, വെക്കണം. ഇത് പറ്റൂല നമുക്ക് പറ്റൂല. ഇത് നമ്മൾ ചെയ്യും. പക്ഷെ ഒരു വിഷയമുണ്ട്. പിന്നെ ഇത് കേറ്റാൻ നോക്കുമ്പോല്ലേ ഇതിപ്പം സ്ലൈഡായി പോകുന്നതല്ല വിഷയം. ഇത് ബമ്പർ ഇങ്ങനെ പൊങ്ങുന്നുണ്ട്. എന്താ വെച്ചാല് ആദ്യം ഈ സൈഡത്തെ ബമ്പർ ഊരണം, എന്നിട്ട് വേണം കേറ്റാൻ. പക്ഷെ കേറ്റിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇറക്കുമ്പോ പുതിയ ബമ്പർ വരില്ലേ? ഇഫ് യു തിങ്ക് അപ്പാട് അത് ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു സൈഡ് പൊക്കുന്നു, ഓക്കെ, ഇത് ഉരുന്ന് കളയുന്ന ആദ്യം, ഇത് നമുക്ക് മെല്ലെ മെല്ലെ വരുന്ന വെക്കാം. അങ്ങനെയാണല്ലേ? എന്നാ ഇത് പറഞ്ഞോ, ഞാൻ കേറ്റാ. ഇത് പറഞ്ഞോ, ഞാൻ ഒരു സൈഡ് കേറ്റാ. നല്ലോണം വാങ്ങുന്നുണ്ട്. അത്ര നടന്നില്ല, നോക്കാം പറഞ്ഞാൽ മതി. പക്ഷെ ഇതുപോലെയാണ് നമ്മൾ ആദ്യം ചെയ്തത്. അതെ, എൻ്റെ ഒരു എഞ്ചിനീയറിംഗ് ബുദ്ധി വെച്ചിട്ട് ഇത് വീട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബ്രോ ട്രസ്റ്റ് മീ, ട്രസ്റ്റ് മീ. മെല്ലെ പോണേ. അല്ലല്ല, അത് വേണ്ട, ഞാൻ അത് ചെറിയ ചവിട്ടി പിടിക്കാം. മെല്ലെ പോണേ. എടാ ഒരയൂല. ഇല്ലില്ല, അത് ഇവിടുന്ന് ടയർ പൊങ്ങുമ്പോ ഇതിന്റെ നീ എടുക്കടാ. നീ ആരെയും പേടിക്കണേ? നീ എടുത്തോ, ഞാനല്ലേ പറയുന്നത്. അത് ഈടുന്ന് കയറാനാ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ആ വരയിലാ ബാക്ക് ടയറിലത്, അതുകൊണ്ടാ ബുദ്ധിമുട്ട്. കുറച്ചിറക്ക്, ഞാൻ പറയാം. ഇല്ലില്ല, മെല്ലെ ഇറക്ക്, മെല്ലെ കേറ്റിയേ. ബാ. ഓക്കെ, വെയിറ്റ്. എടാ ഇത് അടിക്കുന്നുണ്ടാ. ഗൈസ്, വേറൊരു സംഭവം ഞാൻ ട്രൈ ചെയ്യുന്ന എത്രത്തോളം നടക്കുന്നൊക്കെ അറിയില്ല. റിവേഴ്സ് എടുത്ത് വന്നിട്ട് വണ്ടി മൊത്തം ഉള്ളിൽ കയറ്റും, എന്നിട്ട് ഇതിലേക്ക് ഡ്രൈവ് ചെയ്ത് കയറ്റും. അപ്പം നമുക്ക് ഈ ഒരു സ്പേസിൽ ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നോക്കാം നമുക്ക് പിന്നെ പേടിയില്ലാത്തോണ്ട് നമ്മക്കുണ്ടാ പേടി. നേരെ കേട്ടോ, ഉള്ളിൽ കയറിയോ? കീപ് ഗോയിങ്. പോട്ട് ഓക്കെ, അവിടെ ഓക്കെ.
വണ്ടിയിൽ വെച്ചാ ആ വന്നോ ഇനി അനങ്ങൂല യെസ് വാ കുറച്ചും കൂടിയാ പൊടിക്കാൻ മെല്ല വാ വരൂ യെസ് മതി കുറച്ചും കൂടെ ഒരു പൊടിക്കോടാ ഒരു മിനിറ്റ് അത് മതി നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയത് അല്ല പിന്നെ എടുക്ക് സ്ക്രൂ ഡ്രൈവർ അയ്യോ സ്ക്രൂ ഡ്രൈവർ ഇല്ല What? എന്റെ മോനെ ഇത് നമ്മൾ മാറ്റും ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും ദാ, പിടി. നമ്മള് വെറുതെ എന്തിനാ പൈസ കൊടുത്ത് ചെയ്യുന്നത്? ഞാൻ അന്നേരം ആലോചിച്ച സംഭവം അത് ഞാൻ അവിടെ വിചാരിച്ചു, പോയി ആ. എന്നിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നിട്ട് പക്ഷെ എനിക്ക് പറ്റിട്ടാ. എടാ സംഭവം എന്താ വെച്ചാല് ഞാൻ എപ്പം ജോലി കഴിഞ്ഞ് വരുമ്പോ ലേറ്റ് ആവുന്നില്ലേ അപ്പൊ ഞാൻ ചെയ്ത് വെച്ചോളാം വിചാരിച്ചിട്ടാണ് ഇത് കൊറേ സ്ക്രൂ ഉണ്ട് ഇറ്റ്സ് ഓക്കെ അപ്പൊ ഒരു സ്ക്രൂ ഡ്രൈവറും കൂടെ കണ്ടുപിടിക്കട്ടെ ഞാൻ. സ്ക്രൂ ഡ്രൈവർ ആണെന്നില്ല പിന്നെ ആ ഇമ്പാക്ട് ശരിയാക്കിയാ മതി മറ്റേ ഇത് ഡെൽബിറ്റ് ഗൈസ് വേറെ എനിക്കൊരു ഓ പഴയ ബമ്പർ പിന്നെ കുറെ ആൾക്കാർ നമ്മൾ ഇന്നലെ പ്രോഗ്രാം ലോഞ്ച് ആക്കിയല്ലോ ഇന്ന് ആക്ച്വലി നിങ്ങൾ കാണുമ്പോൾ നാളെ ലോഞ്ച് ആക്കി ഓൾറെഡി നമ്മളെ പ്രോഗ്രാമേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല റെസ്പോൺസ് എനിക്ക് ഇതുവരെ കിട്ടിയത്. കാരണം 7 ദിവസത്തെ പ്രോഗ്രാമാണ്. അവർ ഇന്നലെ 1-2 ദിവസത്തെ ഇന്നലെ തന്നെ കണ്ടു തീർത്തു. എന്നിട്ട് എല്ലാവരും പറഞ്ഞു വെച്ചാൽ ബ്രോ കിഡിലിനായിട്ട് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഏട്ടന് ഉണ്ടായ ഒരു ടെൻഷൻ എന്താന്ന് വെച്ചാല് ഏട്ടൻ വീഡിയോ എടുത്തത് അപ്പം ഏട്ടന് ഇതെല്ലാം പണ്ടേ അറിയുന്ന കാര്യമാണ്. ഇതൊരു പിന്നെ പ്രോഗ്രാം ആയിട്ട് റിലീസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നുള്ള ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കുറെ ക്ലാരിറ്റി കിട്ടി. അത് ഞാൻ ഏട്ടനോട് പറഞ്ഞു. സംഭവല്ലേ ഞാൻ പറഞ്ഞ് ഓക്കെ എനിക്ക് പറയുമ്പോൾ എല്ലാം കിടലായിട്ടാണ് പറയുന്നത് എനിക്കൊരു ബോധമുണ്ട്. പക്ഷേ അല്ലേ ആൾക്കാർക്ക് ഞാൻ പഠിപ്പിക്കുന്ന രീതി മനസ്സിലാവുമോ അല്ല ഞാൻ പറയുന്നത് ഇൻഡെപ്ത് ആയിട്ട് ആൾക്കാർക്ക് ഉള്ളിൽ തട്ടുന്നുണ്ടോ അങ്ങനത്തെ എല്ലാ സാധനമില്ലേ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് കിട്ടിയ റെസ്പോൺസിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. എന്നോട് പറഞ്ഞു ബ്രോ എനിക്ക് ഓൾറെഡി ഒരു ചെറിയ ക്ലാരിറ്റി ഉണ്ടായിരുന്നു എനിക്ക് ലൈഫിൽ. പക്ഷേ ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ പോകുമ്പോൾ നല്ല ഇത് കിട്ടുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയായി ഞാൻ ഇന്ന് സത്യം പറയാലോ. കാരണം അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു കാര്യം. പിന്നെ നമ്മളെ ഫോളോവേഴ്സിലും ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലുള്ളവർക്കും കൂടി അവർക്ക് അഫോർഡബിൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ റേറ്റിനാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ള സാധനം. ആൾക്കാർ മാക്സിമം കയറട്ടെ മാക്സിമം വാല്യൂ അവർക്ക് കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഇനി നമ്മൾ പബ്ലിക് ആക്കുമ്പോൾ അതായത് നമ്മളെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നിന്ന് പബ്ലിക് ആക്കുമ്പോഴേക്കും നമ്മൾ ഇത് കൂട്ടും റേറ്റ് കൂട്ടും. കാരണം നല്ല വാല്യൂ ഉണ്ട് അതിന്. സോ ഗൈസ് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ റേറ്റിന് കിട്ടും. അത് മാത്രമല്ല 18% GST ആയി നടക്കേണ്ടത്. അത് ഒടുക്കത്തെ പൈസ അല്ലേ ബ്രോ ഇന്ത്യയിൽ വെറുതെ അല്ല ആരും ബിസിനസ് ചെയ്യാതെ ബ്രോ GST GST ടാക്സ് ഓ ശരി ഇതില്ലേ ആൽക്കോൾ ഇട്ട് മൊത്തം ക്ലീൻ ആക്കണം അല്ലേ? ക്ലീൻ ചെയ്യാം പെട്ടെന്ന് ടബേ തീർന്നില്ലേ? പിന്നെ തീർന്നില്ല. ഇതാ ഒരു സംഭവം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അച്ഛൻ്റെ ടൂൾ ബോക്സ് അൾട്രാ സ്പീഡ് സാധനം. ഏറ്റവും അടിത്താണ്ട അതാണ് ഫസ്റ്റ് ലെയർ. അതല്ലല്ല ഫസ്റ്റ് ലെയർ ഇത് അല്ല ഇതിന്റെ അടിയിൽ വരുന്ന ഫസ്റ്റ് ലെയർ. എന്റെ പൊന്നും കേട്ടേ കടമണിയായ അല്ലേ ആപ്പട്ടല്ലേ? അല്ല 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 ഇത് ലിൽ പയ്യൻ. ആദ്യത്തെ പീസ് ഇൻസ്റ്റാളിങ് ആരംഭിക്കാൻ പോകണ്ടേ? കറക്റ്റാ ഇപ്പോഴേ ലുക്ക് മാറി. പഴയ ഇതന്നെ ഇടാല്ലേ? പഴയ സ്കൂൾ തന്നെ ഇടാം. പഴയത് വേണ പുതിയ ഉണ്ടെങ്കിൽ അത് ഇട്ടൂടെ? ഇതെടുക്ക് പൗച്ച് ഇതടാ അത് പുറത്ത് തട്ടിയാ മറ്റേ ഇമ്പാക്ട് ഇതെടുക്ക്. ഇമ്പാക്ട് എന്നൊന്നും പറയല്ല. നിങ്ങളെ ലാംഗ്വേജ് എന്നോട് വേണ്ട. മറ്റേ ഇതെടുക്കടാ. തെറി വിളിച്ച പോലെ ആയിപ്പോയി അത്. എന്താ തെറി വിളിച്ച പോലെ നിങ്ങളെ ഇമ്പാക്ട് എടുക്കാൻ. കാവുങ്ങട്ടെ അമ്പലത്തിൽ പാട്ട് ഞാൻ പറഞ്ഞില്ലേ അത് ഓട്ടോ ഡബ് ചെയ്ത. ഞാൻ എന്തെങ്കിലും സഹായം വേണോ എന്ന് ഊക്കിക്കോറ് ഇതാണ് നമ്മളെ മെയിൻ.
ചപ്പാത്തി പൊടിയല്ല. എന്താ കളിക്കുന്നത്? എന്താ കളിക്കുന്നത്? എടാ ഇതൊന്നും കളിച്ചേ. സോറി മൈ ബാഡ്. അതാ ആ ഇത് മാത്രമേ വെക്കുന്നില്ല വലുക്കല്ലേ. ഈ വീട്ടിൽ നിന്ന് ഇത് ഇറക്കുമ്പോഴാണ് പൊട്ടിക്കല്. ഈ വീട്ടിൽ നിന്ന് ഇത് ഇറക്കുമ്പോഴാണ് പൊട്ടിക്കല്. ഇപ്പൊ പറഞ്ഞത് എന്താന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഊന്നാക്ക്. അത് പൊട്ടിയാലും വലിയ പ്രശ്നമില്ലാന്ന്. ഇത്രയും നാളെ അമ്മ എന്താ പറഞ്ഞോണ്ടേ? അയ്യോ അതെന്താ പേടിയല്ലേ. ഫുള്ളിപ്പോ ടൈറ്റ് ആക്കുന്നില്ല, ജസ്റ്റ് വെച്ച് നോക്കി. ഓക്കെ ഞാൻ സ്ക്രൂ ആ നോക്കിയത്, നിന്നല്ല. ഒരു സാറ്റിസ്ഫാക്ഷൻ സുഖാണ്. ഈ ചെലാപക്ഷിക്ക് എപ്പോഴും നമ്മളെ ചെലാപക്ഷി അല്ല മോനെ, അത് എനിക്കറിയില്ല. നമുക്ക് നമ്മളെ വ്ളോഗിലെപ്പം വരാനൊരു താല്പര്യം ഉണ്ടോ? പിന്നെ വൈബിന്റെ ഭാഗമാവാൻ താല്പര്യം, ആ ഫാമിലിന്റെ ഭാഗമാവണം. പിന്നില്ലേ പിന്നുണ്ട് ഹാപ്പിനെസ് അല്ലേ. പിന്നോ ഗൈസ്, ഞാനിങ്ങനെ ഇത് സാധാരണ എല്ലാ വ്ളോഗിലൊന്നും പറയില്ല, പക്ഷെ നിങ്ങൾ എന്നെ ഇൻസ്റ്റഗ്രാം ഇപ്പം ഒരു കിടലൻ റീല് വരുന്നുണ്ട് ശനിയാഴ്ച, വെള്ളിയാഴ്ച രാത്രി. ഞാൻ ഏട്ടനെ ഇന്ന് കാണിച്ചു. നിങ്ങൾക്ക് നേരത്തെ കാണാൻ ആഗ്രഹമില്ലവരാണെങ്കിൽ എന്നെ DM ചെയ്താൽ മതി. ഞാൻ 1 ടൈം ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ചില പിള്ളേർക്ക്. 1 ടൈം ആയിട്ടോ? അബദ്ധമായ നമ്മൾ ചെയ്തത്. ഈ സൈഡിലെ 2 സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ ശരിയോ, കുറച്ച് ലൂസ് ആവും അല്ലേ. അന്നേരം ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറ്റിട്ടേ ആദ്യം അന്നേരം സൈഡിലത്തെ വരണ്ടല്ലേ. ഈ സൈഡിലത്തെ പിന്നെ അല്ല, പക്ഷെ അതിന്റെ മുന്നേ അല്ലേ അല്ല കറക്റ്റാണ് സൈഡിലത്തെ വന്ന് പിന്നെ അത് കവർ ചെയ്തിട്ട് അടിയിൽ വന്ന് പിന്നെ ഏറ്റവും അടിയിൽ കയറും. അതെയാ, ഇത് കഴിവ്. എന്തോ പൊട്ടന്റെ ഒരു മുഖം പോലെ. അതെ, ഞാൻ കൈമാറി പണി. എന്താ ഇനി എന്തുകൊണ്ട് എനിക്ക് ചേർത്ത് കുറച്ച് മനസ്സമാനം. ഡബിൾ 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 ഇണ്ടറിയില്ലേ? അല്ല, എല്ലായിടത്തും ഇട്ടു. 4 എണ്ണം. 4 എണ്ണം പോരാ, 8 എണ്ണം വേണ്ട. സ്പോയിലറും കൂടി വെച്ചാലോ? അതിന്റെ മുകളിൽ ഇപ്പൊ ഒറ്റ മൈൻഡാ. അതൊന്നും ആവൂല. അയ്യോ എന്താന്ന് ഇപ്പം പറഞ്ഞേ? സ്പോയിലറും സൗണ്ടാ? അമ്മേ അതൊന്നുമില്ല, അതിന്റെ ലുക്ക് മാത്രമാണ്. ഞാനത് റിട്ടേൺ അടിക്കാനാണെങ്കിലും കൊടുത്തല്ലോ. ഇല്ല, പക്ഷെ ലേബിള് ക്രിയേറ്റ് ചെയ്താലും റിട്ടേൺ അടിക്കണം നിർബന്ധമൊന്നുമില്ല. ഈ സൈഡ് മറ്റേ പമ്പറിൽ ഇപ്പൊ പൊട്ടിയില്ലേ, അപ്പൊ അതിന്റെ സ്ക്രൂവിന്റെ ത്രെഡ് എല്ലാം പോയി. അപ്പൊ ആ സ്ക്രൂ ഇങ്ങനെ പറഞ്ഞു തന്നെ, അപ്പൊ ത്രെഡ് പോയി. വീടിന് ചിലപ്പോ ഇളകാൻ ചാൻസ് ഉണ്ട്. വേറെ സ്ക്രൂ അടിച്ച് ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് ആണല്ലേ നിങ്ങള്. അടിക്കാം ഒന്നും കൂടി. അതാ എല്ലായിടത്തും ഇതില്ലാണ്ടാവുക. ഒന്നുകൂടി അടിക്കാം. ഗൈസ്, നിങ്ങള് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് കിട്ടണം? ഇപ്പൊ ആവറേജ് എത്ര ലൈക്ക് കിട്ടുന്നുണ്ട്? എന്നെ ബേൺ ഔട്ട് ചെയ്യാൻ വിടാൻ എത്ര ലൈക്ക് കിട്ടണം? അത് ചോദ്യം. അമ്മേ, ഇവനെ ബേൺ ഔട്ട് ചെയ്യാൻ വിടാൻ എത്ര ലൈക്ക് കിട്ടണം? ഇല്ല, പറ. വണ്ടി ഇപ്പം കുറച്ച് പഴയതായി വരുന്നു. ഗൈസ്, ഞാൻ ഏട്ടൻ ഇല്ലാത്ത സമയത്ത് ഞാൻ അടിക്കും. 10,000 ലൈക്സ് കിട്ടണം. അത് കുറവാ? 50,000. 50 എന്നാ വിചാരിക്കുന്നത്? 10,000 ലൈക്ക് കിട്ടിയാൽ മതി, ഞാൻ അടിച്ചോളൂ. ഇല്ല എടാ, വണ്ടി ഇങ്ങനെ നീ ഓടിച്ചിട്ടേ ഇല്ല, ഇപ്പൊ ഇതെല്ലാം പൊട്ടിക്കുന്നത്. അമ്മ 20 മൈലേജ് ഉണ്ടായിരുന്ന അമ്മ ജോലിക്ക് പോയിട്ട് വരുമ്പോ 17 ആയി. അതെങ്ങനാ? ബേൺ ഔട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ട്. അമ്മ പാലത്തിന്റെ അടിയിൽ നിന്ന് ചവിട്ടലില്ല. ഓണസ്റ്റ് റിയാക്ഷൻ, ബ്യൂട്ടി. വണ്ടിന്റെ കളർ കുറച്ച് മങ്ങി വെളുത്തോന്നു. നല്ല ഇതായുണ്ടാവും, ഗ്ലോസ് ആയുണ്ടാവും. അതും പോകുമ്പോ സെറാമിക് കോട്ടിങ് ചെയ്ത ആ ടൈമിൽ ആ ലുക്ക് ഉണ്ടായിരുന്നു. അത് നൈസാണ്. ഒന്നുകൂടി ചെയ്യണം. ഞാൻ വ്ളോഗ് സാധാരണ അങ്ങനെ എഡിറ്റ് ചെയ്യില്ല, പക്ഷെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് ഒരു ഫോട്ടോ ഞാൻ ഈ വ്ളോഗിൽ കാണിക്കാം. അങ്ങനെ ബമ്പർ ലിപ്പ് കഴിഞ്ഞേ. ഇനി അടുത്തത് സ്പോയിലർ ആണ്.
ഒന്ന് വെച്ചോക്കാലോ. അല്ല ഇത് ആദ്യം ഇറക്കാം അല്ലേ? ഞാൻ ഇറക്കാം. പിടി, എന്നോട് പറയണം എങ്ങനെ ഇറക്കണ്ട അറിയാം. ആ ബാക്ക് എടുക്കണം. എങ്ങനെ പിടി പിടി പറക്കുക. എടാ ശ്രീ ഇത് സൂക്ഷിക്കണേ, വളരെ പതുക്കെ ടയർ കുറച്ച് ചെരിച്ച് അങ്ങനെ എടുക്കണേ. ഓ നോ ഹബീബി. ആ ആ മെല്ലെ കറക്ക്, മെല്ലെ മെല്ലെ മെല്ലെ. അല്ല നീ കുറച്ച് ബാക്കിലോട്ട് എടുക്കുക, ഞാൻ പറയാം, ഞാൻ എണീക്കാം. ആ ബാക്കിലോട്ട് പോ 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 പോ. ഓക്കെ വെയിറ്റ് 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 വെയിറ്റ്. ആ നോ 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 നോ. ആ എണീല്ലേ അങ്ങോട്ട്. ആ ഓ അപ്പുറത്തേക്ക്. ആ ഓ ഓക്കെ ഇറക്കിക്കോ നല്ല. ഒരു മിനിറ്റ്. ആ യെസ് സക്സസ്. ഒരു ആ പോയിക്കോ, മെല്ലെ മെല്ലെ ഇറക്കിക്കോ. ഗുഡ് ഗുഡ് ഗുഡ്. യെസ് നൈസ്. സാധനം നേരിയാന്നേ. എനിക്ക് ഇതാന്ന് കുറച്ച് പന്തികേടായിട്ട് തോന്നുന്നത്. സൈഡല്ലേ? ആ ഇവിടെ നോക്കി നീ ബ്രോ. തീരെ നൈസാട്ടാ. ഈ ഡിഫ്യൂസറും കാർബൺ ആകുമ്പോ ഇത് അടിപൊളിയാണ്. എന്ന് വെച്ചാല് നമ്മളെ ഒറിജിനലിന്റെ മുകളിൽ കൊടുക്കുമ്പോല്ലേ ആ എടുത്ത് കിടില. പിന്നെ വേറെ കാര്യാലേക്ക് ഇതിങ്ങനെ തുറക്കുമ്പോല്ലേ ഇത് ഇതുമായിട്ടില്ല, ഇത് വൃത്തിയായിട്ട് മനസ്സിലാവും. ഇല്ല മനസ്സിലാവില്ല. തെറ്റാണ്. അത് വേറൊരു വീഡിയോ ആക്കാം നമുക്ക്. ഗൈസ് നിങ്ങൾ അഭിപ്രായം പറ. ഇത് നിങ്ങൾ കാണേ ഈ സൈഡത്തെ പ്രശ്നം. ഓ ഇങ്ങനെ നോക്കുമ്പോ നൈസാട്ടാ അല്ലേ? നിങ്ങൾ ഇതിന്റെ ശരിക്കും എടാ മിണ്ടാടിക്കടാ. ഇങ്ങനെ ഞാനൊന്ന് ഞെരടിക്കൂല്ല. ഞാൻ മിണ്ടാടുന്നില്ല. അത് അതിനാടെ തുടങ്ങി അപ്പുറം തുടങ്ങി. ഗൈസ് ഇതില്ലേ മറ്റേ സാധനം, മറ്റേ വിജയിന്റെ ബ്ലൂ പ്രിന്റ് നോക്കുന്ന സാധനം. എണ്ണില്ലേ നമ്മളിപ്പളെ വൈൻഡപ്പ് ചെയ്യുന്നില്ലല്ലോ. റൂമിൽ നിന്നല്ല എപ്പോ വൈൻഡപ്പ് ചെയ്യല്. എനക്കൊരു ഇല്ല, ഇന്ന് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാൻ പാടില്ല, റൂമിൽ തന്നെ വൈൻഡപ്പ് ചെയ്യാം. എനിക്കൊരു ഷോട്ട് എടുക്കാൻ ഇപ്പം പോണം. ഇപ്പൊ പോയിട്ടെങ്കിലും കിട്ടൂല. അല്ല ഇത് നീ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് പോയിട്ടോ. ഇപ്പൊ പോവാം. ഗൈസ് ഇതാണ് ഇതിന്റെ പ്രശ്നം ഞാൻ കാണുന്നത്. ഇതേട്ടാ ഇവിടെ മുകളിൽ കാണിച്ചു കൊടുക്കുന്ന ഇതേട്ടാ ഈ ഒരു ചെറിയൊരു വിഷയം. വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ പക്ക, സൈഡിൽ നിന്ന് ഓക്കെയാണ്, അവിടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഓക്കെയാണ്. നിങ്ങൾ പറ വെക്കണം എന്നുള്ളതാണെങ്കിൽ വെക്കും. ഓക്കെ ഞാൻ ഈ ബൈക്കൊന്ന് കയറ്റി. അപ്പോൾ നമ്മളിത് 2 ദിവസത്തിൽ റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സാധനമായിരുന്നു. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാം ഗൈസ്. ഓക്കെ കാണാൻ വലിയ മോശമൊന്നുമില്ല. എടാ ഇതുകൊണ്ട് കൊടുക്കണ്ടേ? ആ എന്നാ വാ അങ്ങോട്ട് പോവാം നമുക്ക്. വാ എടുക്ക്. എനിക്കൊരു പേടി. നേരെ ഇറക്കിയ അല്ല നോക്കട്ടെ നോക്കട്ടെ. വേണ്ട വേണ്ട ശരി വേണ്ട വേണ്ട. ആ ആ ആ ആ പോട്ടെ പോട്ടെ. ആ ശരിയാ. അല്ല അമ്മ കൃത്യമായിട്ട് എടുക്കൂടാ, ചെരിച്ചെല്ലാം എടുക്കും. ആ എനിക്ക് അറിയാ. എല്ലാരും പറഞ്ഞത് ഒരു സംഭവം എന്നറിയാം, നമുക്കുണ്ടാകുന്ന പേടിന്ന് ബാക്കിലടിക്കാം. അത് നൈസായിരിക്കും. എനിക്ക് തോന്നുന്നുണ്ട് നൈസായിരിക്കും. ഓക്കെ ഞാൻ ഒരു കാര്യം പറയാം. നമ്മള് അടിക്കേണ്ട സ്റ്റിക്കേഴ്സ് ഞാൻ പറയാം. പണ്ടത്തെ വൈബ് സോണിന്റെ ഒരു സ്റ്റിക്കർ ഉണ്ടായിട്ടേ ഇങ്ങനെ സൈഡിൽ വൈബ് സോൺ ഇവിടെ VIBEZON ഇവിടെ വേണോ ഈ നടുക്കും. എനിക്ക് തോന്നാം മെയിൻ ആയിട്ട് ആ സാധനമായിരിക്കും രസം. അത് ഒന്ന് അതടിക്കണം. പിന്നെ ഇവിടെ നമ്മുടെ വൈബ് സോണിന്റെ ലോഗോ വെക്കണം, അത് ലുക്കായിരിക്കും. പിന്നെ ബാക്കിൽ പണ്ടടിച്ച പോലെ അല്ലെങ്കിൽ ആ മുകളിലോട്ട് നമുക്കുണ്ടാ പേടി. നമുക്ക് അടിക്കേണ്ട ആഗ്രഹമില്ല സാധനം എന്താ പറയാ, ഒറ്റയാന്റെ. ഓ അത് നൈസായില്ലേ, ഒരു ആന അല്ലേ. ഒരു സൈഡിൽ വൈബ് സോൺ മറ്റേ സൈഡിൽ ഒറ്റയാൻ്റെ അടിക്കുക. നൈസായിക്കോ. പൊളിഞ്ഞ പോവാ ഇല്ല എനിക്കൊരു ഫോട്ടോ എടുത്തിരുവാ. ഫോട്ടോയാ? ഇത് ഏട്ടനെ അബദ്ധം ചെയ്തത് ആ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് ഇവിടെ സ്ക്രാച്ച് ആയി ഗൈസ്. പൊട്ടത്തരം. അങ്ങനെ ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ എനിക്കും പറ്റും ഗൈസ്.
പക്ഷേ നോബഡി ഈസ് പെർഫെക്റ്റ്. അതാണ് ഡെയിലി ഡെയിലി തോട്ടാണത്. അതൊരു തോട്ടാണല്ലേ? ഇവിടുന്ന് തന്നെ ഡെയിലി തോട്ട്. ബാക്കിൽ ഡോഡ്ജ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലൈഫിനെ കാണുമ്പോൾ നിങ്ങളുടെ ഒരു ഡ്രീം ലൈഫ് ആയിരിക്കും ഇത്. നല്ല കാറ്, നല്ല വീട്, കാര്യങ്ങൾ ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഡ്രീം ലൈഫ് ആയിരിക്കും. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി വ്ളോഗ്സ്, കണ്ടൻറ്റ്, അങ്ങനത്തെ ഫൺ കണ്ടൻറ്റുകൾ കാണുമ്പോൾ അവരുടെ ലൈഫായിട്ട് നിങ്ങളുടെ ലൈഫ് കമ്പയർ ചെയ്യരുത്. കാരണം അവരവരെ പോസിറ്റീവ് നല്ല ബെസ്റ്റ് സൈഡ് മാത്രമേ കാണിക്കുള്ളൂ. മനസ്സിലായാ? നിങ്ങളുടെ ലൈഫിലുള്ള പോലെ സ്ട്രഗിൾസ് അവർക്കും ഉണ്ട്. അത് എത്ര കോടീശ്വരന്മാരായാലും അവർക്ക് അവരുടേതായിട്ട് സ്ട്രഗിൾസ് ഉണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എന്താ പറയുക, ഈ ഒരു ലോകം ഉണ്ടല്ലോ, അതെല്ലാം പെർഫെക്റ്റ് ആണ്, അവരുടെ ജീവിതം ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് ചിന്തിക്കാൻ പാടില്ല. കാരണം എന്താ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മിസ്റ്റേക്കുകളും ഉണ്ട്, ഫ്ലോസും ഉണ്ട്, പിന്നെ ഡാർക്ക് സൈഡും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും പെർഫെക്റ്റ് അല്ല, ആരും പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് പെർഫെക്റ്റിലേക്ക് നമ്മൾ എത്താനുള്ള ശ്രമമാണ്. മരിക്കുന്നവരെ നമുക്ക് അത് എത്താൻ പറ്റില്ല, അത് വേറെ സത്യം. പീസ്.